കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലും തിരക്കിലുമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഉള്ളത്. എന്നാലും നമുക്ക് ഇനി കൊല്ലത്തെ കാഴ്ചകളിലേക്ക് എത്താം. കൊല്ലത്ത് കൃഷ്ണകുമാർ ജിയുടെ NDA സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചാരണ ജാഥയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, അവിടെ നിന്നുള്ള കാഴ്ചകൾ. ഇപ്പോൾ കൃഷ്ണകുമാർജിക്കൊപ്പം കൃഷ്ണകുമാർജിയുടെ കുടുംബവും ഇപ്പോൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. കൃഷ്ണകുമാർജിയുടെ ഭാര്യയും മകളായ ദിയ കൃഷ്ണയുമാണ് ഇപ്പോൾ ഈ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വലിയ ആവേശത്തോடு തന്നെയാണ് ഈ പ്രചാരണവും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊല്ലം ചവറ ഭാഗത്തൊക്കെയാണ് ഉള്ളത്. നമുക്ക് കൃഷ്ണകുമാർജിയോട് തന്നെ സംസാരിക്കാവുന്നതാണ്. കൃഷ്ണകുമാർജി, വീണ്ടും ഒരു നല്ല റോഡ് ഷോ ആയിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ജനം നമ്മുടെ കയ്യിൽ നിന്ന് പ്രവർത്തകരുടെ ജനം എടുത്തു കഴിഞ്ഞു. ജനം ഈ ഒരു പ്രചരണത്തിന് ഉത്സവമായി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവസാന നിമിഷം ഞാൻ വിചാരിച്ചു കുടുംബത്തിലെ ഫ്രീ ആയിട്ടിരിക്കുന്നവരെയും കൊണ്ടുവരാം. അപ്പോൾ ദിയ ഫ്രീ ആണ്, സിദ്ധു ഫ്രീ ആണ്, അപ്പോൾ അവരെയും കൂടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. റോഡൊക്കെ എങ്ങനെ മൊത്തം മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. മൊത്തം നമുക്കൊരു അഴിച്ചുപണി നടത്തണം. നമുക്ക് അതാണ് അമൃത് പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു ജില്ലയെ മുഴുവൻ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ, കാരണം അതിനുള്ള ധനമുണ്ട്, ധനം തരാനുള്ള പ്രധാനമന്ത്രിയുണ്ട്, മനസ്സുണ്ട്. വീണ്ടും പ്രചാരണത്തിന് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ അച്ഛൻ്റെ ഒരു മുന്നേറ്റം എങ്ങനെയാണ്? അച്ഛൻ വിജയിക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. അതുപോലെ തന്നെ മകളായ എനിക്കും നല്ല രീതിക്ക് ആഗ്രഹമുണ്ട് അച്ഛൻ വിജയിക്കണം. സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി കമന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, വായിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് അവിടെയുള്ള ഒരു പ്രതികരണം? എന്താണ് ഞാൻ കേട്ടില്ല. സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ തീരെ വായിക്കുന്നുണ്ടാവുമല്ലോ. ചെറിയ പോസ്റ്റുകൾ ഉണ്ടാവും, കമന്റുകൾ ഉണ്ടാവും, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകാം. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താ? ബേസിക്കലി ഞാൻ എല്ലാം വായിക്കാറില്ല, ടു ബി വെരി ഓണസ്റ്റ്. കാരണം എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉണ്ടാവില്ല, ഞാൻ വായിക്കാറില്ല. ഞാൻ ഇടാനുള്ള ക്യാമ്പയിൻ പോസ്റ്റ് എല്ലാം ഇടാം. ഞാൻ അതിനനുസരിച്ച് ഞാൻ പോകും. ഞാൻ നല്ലതാണ് നോക്കാറില്ല. പിന്നെ നെഗറ്റീവ് കമന്റ് പണ്ടും നമ്മുടെ അക്കൗണ്ടിന് അടിയിലുണ്ട്. അപ്പൊ അത് അച്ഛൻ പൊളിറ്റിക്സ് കയറിയതുകൊണ്ട് വരുന്നതല്ല. നെഗറ്റീവായിട്ടുള്ളവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ പോസിറ്റീവ് മാത്രം നോക്കുക. അതുപോലെ സിന്ധു ചേച്ചി ഉണ്ട്. സിന്ധു ചേച്ചി ഒരു കഴിഞ്ഞ ദിവസം ഒരു വ്യാജ പ്രചരണമൊക്കെ കണ്ടായിരുന്നല്ലോ. സിന്ധു ചേച്ചിയുടെ മൂക്കുത്തിയാണ് രക്ഷയായത്. എന്റെ മൂക്കുത്തി ഇടതുവശത്തായതാണ് രക്ഷപ്പെട്ടത്. അയ്യോ, ഞങ്ങൾക്ക് ഇതുപോലെ ഈ സൈബർ അറ്റാക്സ് ഡെയിലി ഉള്ളതല്ലേ, ഞങ്ങളെ എഫക്ട് ചെയ്യാറില്ല അതൊന്നും. വെച്ചാൽ ഈ പരിക്ക് ഒറിജിനൽ അല്ല, വ്യാജമാണ്, അനുകമ്പയ്ക്ക് വേണ്ടി ചെയ്തെന്നൊക്കെയാണെന്നായിരുന്നു അവർ പ്രചരിപ്പിച്ചത്. ആൾക്കാരൊക്കെ എന്താണ് പറയുക? ഇന്നലെ ഞാൻ നോക്കിയിട്ട് പറയായിരുന്നു, കണ്ണ് കുഞ്ഞായിട്ട് ഇരിക്കുവാണ്. സത്യം നമുക്കറിയാം. ആൾക്കാരൊക്കെ എന്തുവേണോ പറയാം, നമുക്ക് എല്ലാവരുടെയും വാടയ്ക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. വിശ്രമം പറഞ്ഞതാണ്. അപ്പൊ ആശങ്കയുണ്ടോ? പക്ഷെ ഇന്നലെ രാത്രി ഞാൻ നോക്കിയിരുന്നു. ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തൊക്കെ വെക്കാമായിരുന്നു. പക്ഷെ ട്രാവൽ ചെയ്യണോണ്ടല്ലേ പൊടിയടിക്കാതിരിക്കുന്നത്. കുറച്ച് വറിയുണ്ട്. മോള് പറയാ ട്രിവാൻഡ്രത്ത് എത്തിയ ഉടനെ നമ്മളെ സ്ഥിരം ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നമ്മളെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്ന് വീണ്ടും എടുത്തിരിക്കണം. അപ്പൊ എന്താണ് ഇതുവരെയുള്ള ഒരു ഫീഡ്ബാക്ക് തോന്നുന്നത്? വളരെ പോസിറ്റീവാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. വളരെ പോസിറ്റീവ്. കഴിഞ്ഞാൽ എന്താണ് നാളെ നിശബ്ദ പ്രചാരണമാണ്. ഞങ്ങൾ ഇന്ന് രാത്രി അങ്ങ് പോവും. നാളെ കിച്ചു നിശബ്ദമായിട്ട് പോയി വോട്ട് പിടിക്കട്ടെ. കൃഷ്ണകുമാർജി, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. കൃഷ്ണകുമാർജിയുടെ വോട്ട് ഇവിടെ അല്ല. അപ്പോൾ നാളത്തെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്താണ്? അതായത് നാളെ രാത്രി കുറച്ച് ലേറ്റായിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരം പോവുക. മറ്റന്നാൾ രാവിലെ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വെളുപ്പിന് തന്നെ തിരിച്ച് വോട്ടിംഗ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വരും. എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് സ്റ്റേഷനിലും പോകണം. അപ്പോൾ പുനലൂരിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അത് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് എല്ലാ മേഖലകളിലും പോയി ലാസ്റ്റ് കൊല്ലത്ത് വന്ന് അവസാനിപ്പിക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു കോട്ടകളില്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പഴയ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാം എല്ലാ കോട്ടകളും ഭേരിച്ചതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. 1980 2 സീറ്റിൽ നിന്ന് BJP ഇന്ന് പാർലമെന്റ് മുഴുവൻ ഭേരിച്ച് പാർലമെന്റ് BJPയുടെ കയ്യിലിരിക്കുകയാണ്. 300 ചില്ലുവാൻ MP-മാർ. ഇത് 400-ലോട്ട് പോകാൻ പോകുന്നു. അതുകൊണ്ട് കോട്ടകൾ ഭേദിക്കപ്പെടാനുള്ളതാണ്, ഭേദിച്ചിരിക്കും. ഇപ്പോൾ തികച്ചും ആത്മവിശ്വാസത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി കൃഷ്ണകുമാർജി